നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. എല്ലാവരും ഇരിക്കണേ. കാര്യം ഇതെല്ലാം ഗ്ലാസ് ഇട്ടിരിക്കുന്നതിൻ്റെ കാരണം നമ്മളെ ഈ പുറത്തുള്ളവരെ കൂടി ഇതിൻ്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ പുറത്തുള്ളവർക്കെതിരെ നിങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ മധുര കിട്ടിയ പോലെ ഇരിക്കുമോ? ഇത് മനഃപൂർവ്വം ഇത് ഗ്ലാസ് ആക്കിയത്. കാരണം ഇവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിരട്ടി ആൾക്കാർ പുറത്തുണ്ടാകും. അവർക്ക് ഇന്നിപ്പോൾ അവരവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് അവർ നല്ല കസേരയൊക്കെ ഇട്ട് കൊടുത്ത് അവരെ ഭംഗിയായിട്ട് ഇരുത്തും. അവരെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഗ്ലാസ് ആക്കിയിരിക്കുന്നത്. കാര്യം അവർ പുറത്തുനിന്ന് അകത്തേക്ക് നോക്കിയ ഈശോനെ കാണണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ആരാധന നമ്മൾ അപ്പ് ചെയ്യുന്നത് അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയിൽ 2 ലക്ഷത്തോളം പേര് ഈ ധ്യാനം ഓൺലൈനിൽ കൂടും. അവർക്ക് കൂടിയുള്ള സന്ദേശമാണ് ഇപ്പോൾ കൈമാറുന്നത്. ഞാൻ കുറേ ദിവസങ്ങൾ ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മളിന്ന് പലതരത്തിലുള്ള വിഷമവും ഭാരവും ഒക്കെ അനുഭവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് കൃപാസനത്തിൽ വരുന്നവർ. മനുഷ്യന്മാർക്കെല്ലാം ഇപ്പോഴും ഒരു കാര്യം മനസ്സിലായി. മനസ്സിന് ഭാരവും ശരീരത്തിന് ക്ലേശവും കുടുംബത്തിന് സമാധാനമൊക്കെ നഷ്ടപ്പെടുമ്പോൾ ആദ്യം നമ്മളെ അന്വേഷിച്ചും കാത്തുവരിക്കുന്ന ഒരാളായിട്ടാണ് കൃപാസനം മാതാവിനെ ഇന്ന് കുറഞ്ഞ പക്ഷം എല്ലാ മലയാളികളെങ്കിലും കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഓരോ ദിവസവും ആൾക്കാരെ കാണുന്ന വ്യക്തികളെല്ലാം പുതിയ ആൾക്കാരാണ്. കുറച്ച് പേര് മാത്രമേ പഴയതുള്ളൂ. അപ്പോൾ അവരുടെ അടിയന്തര ഒരു സാഹചര്യത്തിൽ അവർ അമ്മയുടെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളാണ്. എന്താ കാര്യം? അവരിവിടം വരെ വണ്ടി കയറി വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ഇവിടെ വന്നു. ചിലപ്പോൾ ഉപവാസമായിട്ട് നിൽക്കും, ചിലപ്പോൾ ഒത്തിരി ഞെരുക്കത്തിൽ ചീട്ട് കിട്ടാൻ വരെ എന്ത് പാടാണ്. അങ്ങനെയൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് അടുത്താരെ വരുമ്പോൾ അപ്പോൾ തന്നെ അവരുടെ വിശ്വാസം അവർ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് സിമ്പിളാണ്. എനിക്ക് നിങ്ങളുടെ തലയിലൊന്ന് കൈവെക്കണ കാര്യം മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു. വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റ് എത്രയോ ദിവസം മുമ്പ് ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ടാണ് ആ ദിവസം ഫ്രീ ആക്കി ഇതിനു വേണ്ടി വരണത്. അല്ലെങ്കിൽ രോഗിനെയും കൊണ്ട് വരുന്നവരാണെങ്കിലും ബൈസ്റ്റാൻഡർ ഉൾപ്പെടെ അതെല്ലാം. പക്ഷേ എൻ്റെ മക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് പറ്റുന്ന ചെറിയൊരു അബദ്ധം എന്ന് പറയണത്, നിങ്ങൾ കൊണ്ടുവന്ന ആളിൻ്റെ നിങ്ങളോടുള്ള സ്നേഹവും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് ചിലരെങ്കിലും കൊണ്ടുവരുന്നത്. അപ്പം സൗഖ്യത്തിന് താമസം വരും. പേടിയാ. നിങ്ങളിപ്പോൾ ഒരാളെ കൊണ്ടുവന്ന് വിചാരിച്ചോ, ഇപ്പം അയാൾ ചിലപ്പോൾ നിങ്ങളുടെ അപ്പൻ്റെ അനിയനോ അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തിയോ ആരെങ്കിലും ആയിരിക്കും. അവരോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് നിങ്ങൾ അവരെ വെളുപ്പിന് 3 മണിക്കൊക്കെ നാട്ടിൻ പുറത്ത് വണ്ടിയെടുത്ത് അവരെ പിടിച്ചു കയറ്റി കഷ്ടപ്പെട്ട് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മറുപുറമുണ്ട്. എന്താണ്? എൻ്റെ ലൈഫ്, എൻ്റെ ജീവിത പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാണ് എങ്കിലും ഞാനിതൊക്കെ ചെയ്യണത് എൻ്റെ ഈ സങ്കടത്തിൻ്റെ കാലത്ത്, എൻ്റെ ഈ കണ്ണീരിൻ്റെ കാലത്ത് ഞാൻ നിൻ്റെ അടുത്താണ് വരണത്. ആരുടെ അടുത്ത്? ഈശോൻ്റെ അടുത്ത്. അതിന് പ്രാധാന്യം കൊടുക്കണം. പീഡിയോ നിങ്ങളെ, അതായത് ലൈൻ ഉള്ള സ്ഥലത്തേക്കല്ല നിങ്ങൾ പ്ലഗ് ചെയ്യണത്. ലൈന് ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ചില പ്ലഗിലൊക്കെ കുത്തിക്കഴിഞ്ഞാൽ
നമുക്ക് കറണ്ട് കയറത്തില്ല. തേക്കാൻ നേരത്ത് നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ കറണ്ട് കയറത്തില്ല. അപ്പം നിങ്ങൾ ആ വീട്ടിൽ നിങ്ങൾക്ക് പുതിയ ആളാണെന്ന് വിചാരിച്ചു, അപ്പോൾ നിങ്ങളവിടെ ഗസ്റ്റാണെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറയും എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കറണ്ട് തേപ്പോട്ട് ചൂട് പിടിക്കണില്ല എന്ന് പറയും അത് ആ പ്ലഗിൻ്റെ അകത്ത് ചാർജില്ലെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചാർജുള്ള സ്ഥലത്തേക്ക് മാറ്റി കുത്താൻ പറയും. അതുപോലെ തന്നെയാണ് ഒരു ജീവിത പ്രശ്നങ്ങൾ. ഇപ്പോൾ ജപ്തി നടപടി, അല്ലെങ്കിൽ നിങ്ങളുടെ വിസ പ്രോസസ്സിങ് അല്ലെങ്കിൽ പുതുക്കണില്ല, അല്ലെങ്കിൽ നിങ്ങൾ വസ്തു വിൽക്കണില്ല, അല്ലെങ്കിൽ കടങ്ങൾ കയറിയിരിക്കുന്നു. അപ്പോൾ ആ വിഷയത്തിനാണ് പ്രാധാന്യമെങ്കിൽ അവിടെ ചാർജില്ല. മനസ്സിലായ? ആ വിഷയത്തിന് വേണ്ടി ചാർജില്ല. ചാർജുള്ളത് എന്തിനാണ്? വിശ്വാസ പ്രഖ്യാപനത്തിനാണ് ചാർജുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് ജപ്തി നടപടിയാണ്, അല്ലെങ്കിൽ എനിക്ക് മക്കളില്ല, അല്ലെങ്കിൽ എൻ്റെ കല്യാണം ഒക്കണില്ല, എൻ്റെ ജോലി വരുന്നില്ല, ദാറ്റ്സ് ഓക്കെ. പക്ഷേ എങ്കിൽ ഞാനതിന് വേണ്ടി നിന്നിലാണ് ആശ്രയിക്കണത്. പ്രത്യേകിച്ച് കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ചാർജുള്ളത്. ചില ആൾക്കാർക്ക് ചാർജുള്ള പ്ലഗ് അറിയാൻ പാടില്ലാതെ അവർ കടങ്ങന്മാർ സമാധാനം കിട്ടാനെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ അത് നിങ്ങളുടെ പ്രശ്നമല്ലേ? അവിടെ ചാർജില്ല. അത് പ്രശ്നം നിങ്ങളുടേതാണെങ്കിലും ഞാൻ ഈ പ്രശ്ന സമയത്ത് ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. പിന്നെ നമുക്കുള്ളൊരു മെച്ചമെന്ന് പറയണത്, നമ്മൾക്കുള്ള മെച്ചമെന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും എൻ്റെ മക്കളെ പ്രാർത്ഥന അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മീയ പദ്ധതി അതെല്ലാം എൻ്റെ സഹോദരൻ ചെയ്യുമ്പോൾ വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കണം, ബുദ്ധിപരം. ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലാണ്, വൈകാരികമായിട്ടുള്ള വിഷയമല്ല, ഒരു ബുദ്ധിപരമായ ഇടപെടലാണ്. ഇപ്പോൾ ചില പ്രാർത്ഥനാ രൂപങ്ങൾ ഇപ്പോൾ സ്തുതിച്ച് കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് തലയടിച്ചൊക്കെ വീഴത്തില്ലേ? അതുപോലെ അഭ്യാസങ്ങളെ കൊണ്ട് കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മൾ ആ വീണ ആൾക്കാർ തന്നെ പിന്നെയും വീണ കാണാം. അപ്പോൾ പിന്നെ അതുകൊണ്ട് ആ പ്രാർത്ഥന എന്താ പ്രയോജനം? വീണ ആൾക്കാർ തന്നെ പിന്നെ വീഴുകയാണെങ്കിൽ അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഒരു തരികിട ഉണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ സത്യസന്ധമായിട്ട് ജീവിതത്തെ കാണണം. സത്യസന്ധമായിട്ട് ജീവിതത്തെ കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്താണ് നമ്മളൊരു പ്രത്യേക ജീവിത സാഹചര്യത്തിലാണ്. ആ സാഹചര്യത്തിൽ നമ്മൾക്ക് പ്ലഗ് ചെയ്യണം എവിടെയാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ കുത്തിവെക്കണത് എൻ്റെ ഈ ജീവിത സാഹചര്യത്തിൽ എന്നെ രക്ഷപ്പെടുത്തണമെന്നുള്ളപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ആ സങ്കടത്തിൽ നിന്ന് ജോലി ലഭിച്ച് രക്ഷപ്പെടുക എന്നുള്ള ആ ഒരു വിഷയത്തിലാണെങ്കിൽ അതിന് ചാർജില്ല. നിങ്ങളെവിടെ കുത്തിവെക്കേണ്ട എവിടെയാണ്? കർത്താവേ, എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് നീ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ വചനത്തിൽ, കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും. അത് നിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. അപ്പം നിൻ്റെ വാഗ്ദാന പ്രകാരം ഞാൻ എൻ്റെ സങ്കടത്തിൻ്റെ കാലത്ത് നിന്നിൽ ആശ്രയിക്കുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ വിഷയമാണ്. എൻ്റെ ദൈവവേദനയിലെ ഓരോ ക്ലേശാരിഷ്ടതകളെല്ലാം ആ ക്ലേശാരിഷ്ടതകളുടെ മാനുഷികമായ വശങ്ങളെ മറന്നിട്ട് അതിൻ്റെ ദൈവികമായ വശങ്ങളെ ബൂസ്റ്റ് ചെയ്യണം. അതെന്താണ്? അതിൻ്റെ വിശ്വാസവശമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ഓരോ പീഡാനുഭവങ്ങളെയും ആ സമയങ്ങളിലെല്ലാം വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ഒരവസരമായി കരുതിക്കൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷകനുമായി ഏറ്റുപറയാൻ ക്ലേശങ്ങളിലൂടെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവവിളിയായി കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ ക്ലേശങ്ങളെ പ്രതി, രോഗങ്ങളെ പ്രതി, ഭാരങ്ങളെ പ്രതി മുഴങ്ങുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു. കൈകളടിച്ചുകൊണ്ട് ഒരു സന്തോഷത്തോടെ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഫസ്റ്റ് പോയിന്റ് എന്താണ്? ചാർജ് ഉള്ള പ്ലഗിലാണ് പിന്നെ കുത്തേണ്ടത്.
ചാർജുള്ളത് എവിടെയാണ്? വിശ്വാസ പ്രഖ്യാപനത്തിനാണ് ചാർജുള്ളത്. നിങ്ങളുടെ ക്ലേശങ്ങളെ വിശ്വാസ പ്രഖ്യാപനത്തിനുള്ള ഒരവസരമായി നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിൻ്റ്, കൃപാസനത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് എന്താണെന്നറിയാമോ? അഡീഷണൽ ബെനിഫിറ്റ്സ് ഇപ്പോൾ എല്ലാ കമ്പനികളും ഓരോ പ്രോഡക്റ്റ് വെക്കുമ്പോഴേക്കും അവർ പറയത്തില്ല അഡീഷണൽ ബെനിഫിറ്റ്സ്. കൃപാസനത്തിലുള്ള അഡീഷണൽ ബെനിഫിറ്റ്സ് എന്താണ്? ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ആധ്യാത്മിക ജീവിതം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യമല്ല. നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്? അല്ല. നമ്മൾ ഉപവാസം അനുഷ്ഠിച്ചിട്ടും അല്ല. നമ്മൾ ദൈവത്തിൻ്റെ ജോലി ചെയ്തപ്പോൾ, അത് വൃത്തിയും മേനയുമായിട്ട് ഭംഗിയായിട്ട് ചെയ്തപ്പോൾ, അതിൻ്റെ വ്യക്തിപരമായ വലിയ കഴമ്പൊന്നുമില്ല ദൈവത്തിന് മനസ്സിലായപ്പോൾ, ദൈവത്തിനെ പറ്റിയ ആളാണെന്ന് മനസ്സിലായപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പാണത്. എന്തിനാണ്? ലോകത്തിലെ വലിയ സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടി ദൈവം ഒരു കുഞ്ഞു ധ്യാനകേന്ദ്രത്തെ തിരഞ്ഞെടുത്തതാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി അന്ത്യകാലത്തിൻ്റെ വർണ്ണാഫയിൽ ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം. അതേ ഉള്ളൂ. ഒരു 10-30 സെക്കൻഡ് ആണ് ആ പ്രത്യക്ഷീകരണം ഉള്ളത്. 10-30 സെക്കൻഡ്. ഈ 10-30 സെക്കൻഡ് ഈ പ്രത്യക്ഷീകരണം വരുമ്പോൾ മാതാവിൻ്റെ ഈ സിൽവർ ഗ്രേയിലുള്ള കളർ മാത്രം മതി നമുക്ക് ഒരു ജന്മം ധ്യാനിക്കാൻ വേണ്ടി. എന്താ കാര്യം? ഇത് യുദ്ധത്തിൻ്റെ കളറാണ് അല്ലേ? അതായത് ഇത് ഭൗമതാപത്തിൻ്റെ കളറാണ്, ഇത് മഞ്ഞുരുക്കത്തിൻ്റെ കളറാണ്, ഇത് പ്രളയത്തിൻ്റെ കളറാണ്, ഇത് അന്ത്യകാലത്തിൻ്റെ കളറാണ്. സമയമെന്നാണ് അമ്മ പറയണത്. പിന്നീട് സമയം. ഇതാരാ പഠിക്കേണ്ടത്? ഞാനിങ്ങനെ കലവരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ടോ? ഇത് സാർവത്രിക സഭ ഈ വിഷയം പഠിക്കണം. പഠിച്ചതിന് ശേഷം എന്താണ് ലോകത്തോട് ഇങ്ങനെ ദൈവം ഒരു വെളിപാട് നൽകിയിട്ടുണ്ട്. ആ സന്ദേശം അനുസരിച്ചുകൊണ്ട് ജനത്തെ ഒരുക്കാനുള്ള ബാധ്യത ഭൂമിയിൽ ആർക്കാണ്? തിരുസഭയ്ക്കാണ് എൻ്റെ ബാധ്യത. കാര്യം ഇന്ന് വരെയുള്ള എല്ലാ സന്ദേശങ്ങളും ദൂതുകളും ലോകത്തെ കൈമാറിയിരിക്കുന്ന തിരുസഭയാണ്. കാര്യം ദൈവം അതിന് സ്ഥാപനകാലം മുതൽ ദൈവം അതിനുവേണ്ടി സ്ഥാപിച്ച ലക്ഷ്യം അത് തന്നെയാണ്. തിരുസഭയുടെ 2 ലക്ഷ്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്: ഒന്ന്, ദൈവരഹസ്യങ്ങളുടെ സൂക്ഷിപ്പാണ്. കളങ്കമില്ലാതെ കറയില്ലാതെ ദൈവരഹസ്യങ്ങളെ സൂക്ഷിക്കുക, ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള രഹസ്യങ്ങളെ. രണ്ടാമത്, അതാത് കാലത്ത് ദൈവം വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങളെ കാലത്തിൻ്റെ ചുവരെഴുത്ത് പോലെ വായിച്ച് വ്യാഖ്യാനിച്ച് ജനതയെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നയിക്കുക. അതിനുള്ള കഴിവ് സഭയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തെ പോയിന്റ് അച്ഛൻ പറഞ്ഞത് എന്താണ്? മരിയൻ അമ്മമാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണം നമ്മുടെ വിഷയത്തെക്കാൾ ഒരു ദൈവത്തിൻ്റെ വിഷയമാണ്. ഈ സന്ദേശം കൈമാറേണ്ടതും സന്ദേശം അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിച്ച സന്ദേശത്തിൻ്റെ യോഗ്യമായ ഒരു സന്ദേശ പങ്കാളിയായി ഉടമ്പടി ജീവിതം നമ്മളെ ശരിക്കും പരുവപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇപ്പോഴേ എൻ്റെ പ്രാർത്ഥനകളുടെ ഇപ്പം നിങ്ങളെ കാണുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, പണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തലയിലൊക്കെ കൈവച്ച് കഴിഞ്ഞാൽ ഞാൻ 10 മിനിറ്റൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 5 സെക്കൻഡേ പ്രാർത്ഥിക്കത്തുള്ളൂ. അതിൻ്റെ വ്യത്യാസം, ആ ഒരു വ്യത്യാസമുണ്ട്. കാര്യം ഞാൻ കഴിഞ്ഞ ഇപ്പോൾ അച്ചാകായിട്ട് 20-30-40 കൊല്ലമായി. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ, ഞാൻ 87 മുതൽ ജനങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നതാണ്.
അന്നൊക്കെ ജനങ്ങളുടെ തലക്കൈ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കുറേ കാര്യങ്ങൾ പറയും. കർത്താവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും എല്ലാം പറയും. അതിൻ്റെ അടിസ്ഥാനം പറയും, എല്ലാം പറയും. പ്രാർത്ഥനയുടെ അടിസ്ഥാനങ്ങളെല്ലാം വെളിവാക്കിയിട്ടാണ് പിന്നീട് ആ ജനങ്ങളുടെ രോഗങ്ങളുടെ എല്ലാം വിശദാംശങ്ങൾ പറയും. ജനങ്ങളുടെ രോഗങ്ങളുടെ ഇപ്പോൾ രോഗങ്ങളുടെ വിശദാംശങ്ങളൊന്നും പറയത്തില്ല. എന്താ കാര്യം? ഒരു കാര്യം പറയും, എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ, ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ആ വ്യത്യാസം വരുന്നുണ്ട്. അത് നിസ്സാര വ്യത്യാസമല്ല. എനിക്കിപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ദൈവം നമുക്ക് നൽകിയൊരു പദ്ധതിയുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. ആ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലേക്ക് നിങ്ങളെ കൃപാസനത്തിൽ കൊണ്ടുവരാൻ കാര്യം എന്താ? 109 ധ്യാനകേന്ദ്രം കേരളത്തിലുണ്ട്. വൈ യു ഷുഡ് യു ചോസൺ ഫോർ കൃപാസനം. അപ്പോൾ ഉറപ്പല്ലേ? നിങ്ങൾ ഈ 109 ധ്യാനകേന്ദ്രത്തിൽ നിന്ന് നിങ്ങളെ ഈ കൃപാസനത്തിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ ദൈവം ഉദ്ദേശിക്കണം എന്താ? നിങ്ങളെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാനാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം എല്ലായിടത്തും ഉണ്ടല്ലേ? എല്ലാ ധ്യാനകേന്ദ്രങ്ങൾക്കും ദൈവത്തിൻ്റെ കൃപയില്ലേ? അവിടെയുള്ള ധ്യാനഗുരുക്കന്മാർക്ക് കർത്താവിൻ്റെ കൃപയില്ലേ? പക്ഷേ കൃപാസനത്തിൽ വരുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകണം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? അമ്മേ, എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണം. അത്രയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? ഉടമ്പടിയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണ്ടേ? ക്യാൻസർ മാറണ്ടേ? തൈറോയിഡ് മാറണ്ടേ? കടങ്ങൾ പരിഹരിക്കണ്ടേ? നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം വലുതാകണ്ടേ? നിങ്ങൾക്ക് സുവിശേഷം പ്രഖ്യാപിക്കണ്ടേ? നിങ്ങൾക്ക് സുവിശേഷമാകണ്ടേ? സുവിശേഷം ഏകണ്ടേ? ദൈവത്തിൻ്റെ സ്വന്തം പൈതലാകണ്ടേ? അപ്പം അങ്ങനെ വരുമ്പോൾ അതിനാണ് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം അവൻ പറയണ പോലെ ചെയ്യാൻ നമുക്ക് നോട്ട് തന്നിട്ടുണ്ടേ. കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാണെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? അമ്മ ആദ്യം എന്താണ് ചെയ്തത്? ഒരു കുടുംബത്തിന് പ്രയാസങ്ങൾ വന്ന സമയത്ത്, ഒരു കുടുംബത്തിന് അപമാനം വന്ന സമയത്ത്, ഒരു കുടുംബത്തിന് നിക്കക്കളിയില്ലാത്ത സമയത്ത്, ഒരു കുടുംബത്തിന് അപമാനം വന്നപ്പോൾ അമ്മ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്? അമ്മ ആ വിഷയം മുഴുവനും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഈശോനെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് പാപത്തിന് പരിഹാരം ചെയ്യുക, മനുഷ്യരാശിയുടെ രക്ഷയും വീണ്ടെടുപ്പും സാധിക്കുക എന്നുള്ളതാണ് ഈശോനെ കൊണ്ട് പരമപിതാവ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം അട്ടിമറിക്കപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈശോ ആദ്യം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് നിനക്കും എന്താണ്? എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ. അപ്പോൾ അമ്മ സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ആരോടാ? ഈശോനോട് ഉണ്ടായേക്കാൾ നേരത്തെ ബന്ധം അമ്മയ്ക്ക് അപ്പായോടുള്ള ബന്ധം ഉണ്ടായത്. അപ്പായോട് ബന്ധം ഉണ്ടായതിൻ്റെ പേരിലാണ് അമ്മയ്ക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. അപ്പോൾ അമ്മ അപ്പായോട് പറഞ്ഞു, വാട്ട് ഐ ഷുഡ് ഡു, ഇതാണ് ഈശോ പറയണമെന്ന് പറയും. അപ്പോഴുടനെ പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് ജ്ഞാനവരം കൊടുക്കുന്നതാണ്. എന്താണ്? ഇങ്ങനെ ഒരു ഈ വിഷയത്തിൽ ഈശോ നമുക്ക് ഇടപെടുത്താൻ എളുപ്പ വഴിയുണ്ട്. എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്താൽ മതി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാണെങ്കിലും അതിൻ്റെ ഒരു പ്രായോഗിക വ്യാഖ്യാനം വരണത് അമ്മ പഠിച്ച ആത്മീയതയിൽ നിന്നാണ്. അമ്മയും ഈശോനെ ഉദരത്തിൽ ഉരുവാക്കിയത് അങ്ങനെയാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് അമ്മയോട് പറയണില്ലേ? അമ്മ മനസ്സിലാക്കിയ ദൈവത്തെ, അമ്മയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തെക്കുറിച്ച് മാലാഖ അമ്മയോട് പറഞ്ഞത് എന്താണ്? ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. അപ്പോൾ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ അമ്മ പറയും, രണ്ട് കാര്യം പറയും. അവൻ വലിയവനാണ്. രണ്ടാമത്തെ, കർത്താവിനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവൻ വലിയവനാണ്. രണ്ടാമത്തെ എന്താണ്? അവന് ഒന്നും അസാധ്യമല്ലാത്തവനാണ്. അപ്പോൾ ഒന്നും അസാധ്യമല്ലാത്ത ദൈവത്തിനെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് ജ്ഞാനവരം വേണം. ആ ജ്ഞാനവരം പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് നേരത്തെ പാഠങ്ങൾ കൊടുത്തിട്ടുണ്ട്. നീ ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞ സംഭവങ്ങൾ തന്നെ അതിൻ്റെ ഒരു ബാലൻസ് തന്നെ അമ്മയും പണ്ട് ദൈവത്തോട് സംസാരിച്ചതാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അത് തന്നെയാണ് അതിൻ്റെ തന്നെ വേറെ ഒരു ഭാഷയാണ് എനിക്ക് നിനക്കും എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. അതാണ് സംഭവം. രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പം പണ്ട് ഈശോയ്ക്ക് പകരം അമ്മയാണ് ഈ ചോദ്യം ചോദിച്ചത്. അമ്മ എന്താണ് ഈ അപ്പായോട് ചോദിച്ചത്? ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് ഒരു ആൻസർ കൊടുത്തു. എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത് മാലാഖ വഴി പറഞ്ഞതാണ്.
എന്നിട്ട് നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ അത്യുന്നതൻ ദൈവത്തൊന്ന് വിളിക്കപ്പെടും. ആ വെളിപാട് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ഒരു ഉത്തരം പറയുന്നുണ്ട്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേട്ടെ. അപ്പോൾ വചനം എന്ന് പറയുന്നത് എന്താണ്? ഒന്നും അസാധ്യമല്ലാത്ത ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം സാധ്യമാക്കുന്നതിൻ്റെ ഒരു പോംവഴി എന്താണ്? നിൻ്റെ വചനം പോലെ എന്നിൽ ആ വചനത്തെ നിറവേറ്റുകയാണ്. ഇത് അമ്മ പഠിച്ചതാണ് നേരത്തെ. ഈ നേരത്തെ പഠിച്ച പാഠത്തിൻ്റെ റിവിഷൻ മാത്രമാണ് കാനായിൽ എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടല്ലോ എന്ന് പറയുമ്പോഴേ അമ്മ താൻ അനുവർത്തിച്ച് എങ്ങനെയാണോ ഒന്നും അസാധ്യമല്ല ദൈവത്തിൻ്റെ വചനത്തെ തൻ്റെ ഉദരത്തിൽ മാംസമാക്കിയത്, അതേ ഇക്വേഷൻ, അതേ ഫോർമുല അമ്മ ജനങ്ങളോട് പറയും. എന്താണ്? ഞാൻ ഇങ്ങനെയാണ് ഈശോൻ്റെ ഉദരത്തിൽ വചനത്തെ ഗർഭം ധരിച്ച് മാംസമാക്കിയതെങ്കിലേ സന്നിഗ്ധമായ അവസ്ഥയിൽ ദൈവത്തെ ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് ഒറ്റ കാര്യം അത്രയേ ഉള്ളൂ. എന്നെപ്പോലെ നിങ്ങളും ദൈവത്തിൻ്റെ വചനം അവൻ പറയണത് പോലെ ചെയ്താലും മതി. നമ്മൾ ഉടമ്പടി ചെയ്യണത് അതാണ്. നമ്മുടെ വിഷയങ്ങളെ സാധ്യമാക്കുന്നതിന് വേണ്ടിയും ഒന്നും അസാധ്യമല്ല ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയും മരിയൻ സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ അപ്ലിക്കേറ്റ് ചെയ്യണത്. അതെന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ അപ്പോൾ വചനമാണ് പ്രശ്നം. വചനത്തെ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ട് ഒരു വചനത്തെ എങ്ങനെയാണ് ഈശോയാക്കി കൈയും കാലും വെച്ച് അതവസാനം നിത്യതയുടെ ദൈവത്തിൻ്റെ പദ്ധതിയാക്കി മാറ്റിയത്, അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? നമ്മുടെ കോമ്പറ്റൻസി വർദ്ധിപ്പിക്കും, അല്ലേ? കോമ്പറ്റൻസി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യണത് എന്താണ്? ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യാനോ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാനോ ദൈവത്തിൻ്റെ വാക്ക് കർത്താവിന് നാമം വൃഥാ പ്രയോഗിക്കുന്ന പോലും നമ്മുടെ പ്രമാണത്തിലുണ്ട്. ആ പ്രമാണം കാലഹരണപ്പെട്ടിട്ടില്ല, അല്ലേ? കർത്താവിന് നാമം വൃഥാ 10 കൽപ്പന ഉള്ളതാണ്. അപ്പോൾ ദൈവത്തിന് നാമം പോലും പ്രയോഗിക്കുന്നത് ഭയപ്പെട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു സ്ഥാനത്താണ് നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്, ഈശ്വരനോട് ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യുന്ന ആരിലൂടെയാണ് നമ്മൾ ചെയ്യണത്? അതിന് നമ്മൾ ചെയ്യുന്ന ആ ഉടമ്പടി ചെയ്യാനുള്ള യോഗ്യത കൈവരിക്കുന്നത് എങ്ങനെയാണ്? കോമ്പറ്റൻസിയിലൂടെയാണ്. കോമ്പറ്റൻസി എന്താണ്? നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മളെ തന്നെ ഈ 3 മാസം കൊണ്ട് നമ്മൾ ഒരുക്കും. ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മളെ തന്നെ ഒരുക്കും. അതെങ്ങനെ നമ്മൾ ഒരുക്കണത്? അത് 3 പോയിന്റിലൂടെ നമ്മൾ ഒരുക്കണത്, കോമ്പറ്റൻസി വർദ്ധിപ്പിക്കണത്. ചില ആൾക്കാരുടെ ഉടമ്പടി ഇപ്പോഴും കത്താതെ എന്താണെന്നറിയാമോ? നിങ്ങളുടെ കോമ്പറ്റൻസി ഇല്ലാത്ത കാരണം ഇപ്പോഴും ഉടമ്പടിയായി ദൈവം അംഗീകരിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. ചില ആൾക്കാരുടെ ഉടമ്പടി കത്താത്ത എന്താ കാര്യം? നിങ്ങൾ ഇപ്പോഴും ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് ദൈവം കണ്ടിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. ദൈവത്തോട് ഉടമ്പടി ചെയ്യണമെങ്കിൽ ഉടമ്പടിയുടെ കവനൻ്റ് കോമ്പറ്റൻസി ഉണ്ട്. കവനൻ്റ് കോമ്പറ്റൻസിയിൽ 3 പോയിന്റുകളുണ്ട്. ഈ 3 പോയിന്റും വൃത്തിയായിട്ട് ചെയ്താൽ നമ്മൾ കോമ്പറ്റൻ്റായി. എന്താണ്? ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറി. ഒന്നാമത്തത് എന്താണ്? അനുദപിക്കുക, വചനത്തിൽ വിശ്വസിക്കുക. അതാണ് സംഭവം. ഒന്നാമത്തത് നമ്മൾ ആദ്യമായി ഈ ഭാഗം നമ്മൾ ചെയ്തില്ലെങ്കിൽ ബാക്കി രണ്ടും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. പലർക്കും ഉടമ്പടി വന്നിരിക്കുന്ന ഒരു ചെറിയ പരാജയം അതാണ്. ഈ ഭാഗം നമ്മൾ ചെയ്ത് അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോഴേ നമ്മുടെ അനുതാപം എന്ന് പറയണത് വിശ്വസിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനുതാപമാണ്. ലോകത്തിൽ പലതരം അനുതാപങ്ങളുണ്ട്. ഞാനതിൽ ഖേദിക്കുന്നു എന്നൊക്കെ മന്ത്രിമാർ പറയത്തില്ലേ? അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. ആ ഖേദമൊന്നും അനുതാപമല്ല. സുവിശേഷവിഹിതമായ രക്ഷാകരമായ അനുതാപം 2 തരമുണ്ട്. കേവല അനുതാപമുണ്ട്, മാനുഷിക അനുതാപം ഉണ്ട്, പക്ഷേ രക്ഷാകരമായ അനുതാപമുണ്ട്. രക്ഷാകരമായ അനുതാപം എന്ന് പറയുന്നത് എന്താണ്? സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത് നിമിത്തം നമുക്കുണ്ടാകുന്ന അനുതാപം. സുവിശേഷം വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ അറിയുന്നു. ദൈവത്തിൻ്റെ മനസ്സറിയുമ്പോഴേ നമ്മുടെ ചില ചെയ്തികളെക്കുറിച്ച് നമുക്ക് അനുതാപം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് സുവിശേഷത്തിന് ധ്യാനം എപ്പോഴും കൂടണം. എപ്പോഴും നിങ്ങൾ സുവിശേഷത്തിൻ്റെ വായിക്കണമെന്നൊക്കെ അച്ഛൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ
കർത്താവായ ദൈവമേ, രക്ഷാകരമായ അനുതാപം എന്നിൽ ജനിച്ച് ഞാൻ ദൈവത്തോട് ഉടമ്പടി ചെയ്യുവാൻ യോഗ്യതയുള്ള വ്യക്തിയായി മാറുന്നതിനായി കർത്താവേ, സുവിശേഷ വിഹിതമായ അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ സകലരും അനുദപിക്കാം, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാം, അനുഗമിക്കാം, ഒരുക്കിയിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിരുന്നു, ആഗതനായവൻ വിളിച്ചിരുന്നു. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കവനന്റ് കോമ്പറ്റൻസി എന്ന് പറഞ്ഞാൽ ഉടമ്പടി ദൈവത്തോട് ചെയ്യാനുള്ള യോഗ്യത. ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞല്ലേ. ഇനി രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ് എന്താണ്? അനുദപിക്കുക, വിശ്വസിക്കുക. ഇനി നമ്മളെ യോഗ്യമാക്കുന്ന ഒരു ഉത്തമ ഉടമ്പടി പങ്കാളിയായി മാറ്റുന്ന രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയാവോ? അവൻ പറയണത് പോലെ ചെയ്യുക. അതാണ് എൻ്റെ മർമ്മം എന്ന് പറഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്യുക. നമ്മൾ അതിൻ്റെ പേരിലാണ് ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവരുടെ മേൽ കാരുണ്യമുണ്ടാകും. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ കരുണയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനങ്ങളും, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോൾ എല്ലാ തരത്തിലുള്ള മനുഷ്യോപകാര പ്രവർത്തനങ്ങളെന്ന് ഇന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഈ മരങ്ങളെല്ലാം നമ്മൾ ഈ കെട്ടിടം എന്താണ് ഇവിടെ വന്നിരിക്കണത്? ഈ കെട്ടിടം എന്താ ഇവിടെ? ഈ കെട്ടിടം കല്ലിട്ടത് അവിടെയാണ്. അപ്പം ഞങ്ങൾ കെട്ടിടം പണിയാൻ വേണ്ടി വന്നപ്പോൾ അവിടെ 2 മരം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മരം വെട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മരമില്ലാത്ത സ്ഥലത്തേക്ക് കെട്ടിടം മാറ്റിയതിനെ കണ്ടത്. 2 മരത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഭംഗിയായിട്ട് ഈ കെട്ടിടം കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഭംഗിയായിട്ട് ആൾക്കാരെ കാണിക്കുകയല്ല പ്രശ്നം. ഇവിടെ ജീവജാലങ്ങൾ ഒരുമിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പങ്കെടുക്കുന്ന ഒരു പൊതുപ്രകൃതിയുണ്ട്. അതിനകത്ത് വെള്ളമുണ്ട്, വായുവുണ്ട്, മരങ്ങളുണ്ട്. ഈ മുളയുടെ 2 കഷ്ണങ്ങൾ വെട്ടിയതിന് ഞാൻ ഇവിടെ വന്ന് കോൺട്രാക്ടറുമായിട്ട് ഒരു ദിവസം മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ടും അവരത് വെട്ടി. കാര്യം അതിൻ്റെ അകത്ത് മുള കാറ്റത്ത് ആടിക്കൊണ്ട് നമ്മുടെ പല അലുമിനിയം ഷീറ്റുകളെ തെറിപ്പിച്ച് കളഞ്ഞു. പക്ഷേ ഇത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ സുവിശേഷ വിഹിതമായ ഒരു സാക്ഷ്യമാണത്. കാര്യം നമുക്ക് വെറുതെ ഇങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു ഗൾഫ് രാജ്യങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ ഞാനൊരു 10-100 കിലോമീറ്റർ ഈ എണ്ണപ്പാടത്തിലൂടെ പോയി. അപ്പം ഞാനവിടെ ദൈവമേ, കേരളം എന്ത് മനോഹരമാണെന്ന്. ഖത്തറിൽ ചെന്നപ്പോൾ അത് വേറൊരു രാജ്യമാണ്. ഖത്തറിൻ്റെ വിമാനത്താവളത്തിനകത്ത് അവർ വനം വെച്ച് പിടിപ്പിക്കുകയാണ്. വിമാനത്താവളത്തിനകത്ത് അതെന്ത് കോടികൾ മുടക്കിയാണ് ആ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഒരു പച്ചപ്പില്ലാത്തതിന് എന്തുമാത്രം വിഷമിക്കണമെന്നാണ്. അപ്പം നമുക്ക് ഉള്ള സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്നത് ഈ മനുഷ്യൻ മാനസാന്തരപ്പെടുന്ന മാത്രമല്ല, മാനസാന്തരത്തിൻ്റെ ഒരു ഇക്കോളജിയുമായിട്ട് കുറേ ബന്ധമുള്ള കാര്യങ്ങളാണ്. പക്ഷേ എല്ലാ ജീവജാലങ്ങളും വളരാനും പുലരാനും അനുവദിക്കുന്നു. നമുക്ക് ദോഷം ഉണ്ടാകുന്ന ജീവജാലങ്ങളെക്കുറിച്ചല്ല. ഇപ്പോൾ പാമ്പിനൊക്കെ പറഞ്ഞ് വീട്ടിൽ കെട്ടി വെക്കുന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൊത്തി ചത്തുപോകും നമ്മൾ. അതിനൊക്കെ നമുക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വിവേകമുള്ളവരായിരിക്കണമെന്ന്, സർപ്പങ്ങളെപ്പോലെ വിവേകമുള്ളവരായിരിക്കണമെന്ന്. വിവേകം കാണിക്കേണ്ടി വരും ആ കാര്യത്തിൽ. അപ്പോൾ പ്രകൃതി സ്നേഹം കാരണം വിവേകം പോകരുത്. അതൊരു പ്രാക്ടിക്കൽ പ്രൂഡൻസാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അവൻ പറയണത് പോലെ ചെയ്തു വരുമ്പോഴേ സ്വാഭാവികമായിട്ടും മനുഷ്യൻ മാത്രമല്ല അവിടെ ആ ചെയ്യത്തിലുള്ളത്, പ്രകൃതിയും പരിസരങ്ങളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് സ്വത്തവും സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ പാലപ്പുഴ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണ്? ഇവിടുത്തെ എയർ ഇത്തിരി കട്ടിയാണ്. പക്ഷേ ഇടുക്കി ചെന്ന് കഴിഞ്ഞാൽ
ഞങ്ങൾ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ കാട്ടിൽ പോകും. എന്തിനാണെന്ന് അറിയാം? നല്ല ഫ്രഷ് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയാണ്. ഒരു ദിവസം മുഴുവനും കാട്ടിലൂടെ ഞാനും സണ്ണിയും കൂടി വെറുതെ സഞ്ചരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കാറിൻ്റെ ഡോറ് തുറന്നിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ ദൈവം തന്ന ഏറ്റവും വലിയ നിധിയാണ് ഈ പ്രാണവായു എന്ന്. പ്രാണവായുവിൻ്റെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങൾക്ക് ചുറ്റും നമ്മൾ ജനിപ്പിക്കണം. ഇതുപോലെ ഓക്സിജൻ കൊടുക്കുന്ന പേരാലെ അത് മരിക്കാൻ പോയിട്ട് അതിനെ രാത്രി പൊക്കിയെടുത്ത് ചീഞ്ഞ ഭാഗം വെട്ടിയിട്ട് പിന്നെ സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഓക്സിജൻ കൊടുക്കുന്നതാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പരിസരങ്ങളും എല്ലാവർക്കും സൗഹൃദമായിട്ട് വളർന്നു വരുന്നതിന് വേണ്ടി നമ്മളെടുക്കുന്ന നിലപാടുകളും സുവിശേഷത്തിൻ്റെ ഒരു സാക്ഷീകരണത്തിൻ്റെ ഭാഗമാണ് എല്ലാം. ഇപ്പോൾ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. അതെല്ലാം ഉടമ്പടിയുടെ പരിധി വരുന്നതാണ്. അവൻ പറയണത് പോലെ ചെയ്യുക, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദീനാനുകമ്പയോടുകൂടി മനുഷ്യനോട് പെരുമാറുമ്പോൾ തന്നെ സർവ്വജീവജാലങ്ങളോടും പ്രകൃതിയോടും ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വായു ഇവിടെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവമേ, അവൻ പറയണത് പോലെ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. പ്രകൃതിയും പരിസരവും രോഗാതുരമാകുമ്പോൾ മനുഷ്യരാശിക്ക് വേണ്ടി ദൈവത്തിന്റെ സൃഷ്ടിയെ സംരക്ഷിക്കാനുള്ള വിശേഷവിഹിതമായ പ്രതിബദ്ധതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴേ നമ്മളെ രണ്ടാമത്തെ വിഷയം കോമ്പറ്റൻസിയുടെ വിഷയമാണ്. അതായത് ഉടമ്പടിക്ക് യോഗ്യമായ ഉടമ്പടി പങ്കാളി എന്ന് പറയണത് ഒന്ന് അനുദപിക്കുക, വിശ്വസിക്കുക. രണ്ടാമത്തേത് എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അതെന്താണ്? ദിനാനുകമ്പയും അതുപോലെ തന്നെ മനുഷ്യനോടുള്ള പ്രകൃതിയോടുള്ള പ്രതിബദ്ധതയുമാണ്. അത് ദൈവികമായ ഒരു ഉത്തരവാദിത്വമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരും ഉടമ്പടി കാലങ്ങളിൽ. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്. എന്താണ്? ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ ഇതെല്ലാം മനസ്സിലായില്ലേ? അതാണ് നമ്മൾ 28 പത്രം കൃപാസനത്തിനുള്ള വിവിധ ഭാഷകളിൽ. ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. കൃപാസനത്തിന് എല്ലാ തരത്തിലുള്ള ഭാഷകൾ. പപ്പുവ ഗിനിയിലെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഞാൻ ചില സമയത്ത് ഓർക്കും, അവിടെ നിന്ന് ആരെങ്കിലും വന്നിരുന്നെങ്കിൽ അവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, എങ്കിലും അവർക്ക് വേണ്ടി ഒരു പത്രം ഇറക്കാൻ വന്നു. അതിൻ്റെ കാര്യം കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം. നിങ്ങളിപ്പോൾ കൃപാസനം മാതാവിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ മാതാവിനെ ഒരു കൊമേഴ്സ്യൽ ഐക്കനായിട്ടല്ല പ്രൊമോട്ട് ചെയ്യേണ്ടത്, മറിച്ച് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പാലമായിട്ട് വേണം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ. മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യണത്. മാതാവിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിലേക്ക് മനുഷ്യരാശിക്ക് എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്ന ഒരു പാലമാണ് അമ്മ. എളുപ്പത്തിൽ ഷോർട്ട് കട്ടാണ്. മരിയൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട്. മരിയനെപ്പോലെ ഷോർട്ട് കട്ട് ആരുമില്ല. മരിയനെപ്പോലെ അത്ര ഏത് ആംഗിളിലും 365 ഡിഗ്രി ചെരിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളാണ്. 360 ഡിഗ്രി ഇടക്കും വലത്തും എല്ലാം ചെരിഞ്ഞ് പ്രവർത്തിക്കും. ഒരു യാതൊരു ഇൻഹിബിഷൻസും ഇല്ലാതെ, പരിമിതികളില്ലാതെ. അത് പരിമിതികളില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധ മറിയം തമ്പുരാൻ്റെ അമ്മയെ പാപികളാണെങ്കിലും ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങൾ മാനസാന്തരപ്പെട്ട് വരാൻ സമയമെടുക്കും. കുടുംബത്തിൻ്റെ സാഹചര്യം അതാണ്. മാനസാന്തരപ്പെട്ടാലും അത് നടപ്പിൽ വരുത്തണമെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി സമയമെടുക്കും. അതുകൊണ്ട് അക്കാലങ്ങളിലെല്ലാം എൻ്റെ അവസ്ഥ വളരെ പരിതാപം. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ ചില സമയത്ത് ഓർക്കുകയും, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഒരു കാത്തലിക് ഫാമിലിയിൽ ജനിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞങ്ങൾ CSIക്കാരാണല്ലോ, ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്, അച്ഛൻ ഞങ്ങളെ ഒഴിവാക്കിയ. അങ്ങനെ ഒഴിവാക്കിയല്ല. അതായത് അമ്മയോട് നിങ്ങൾക്കിപ്പോൾ ഓർത്തഡോക്സുകാർക്കും പ്രത്യേകിച്ച് അതുപോലെ തന്നെ യാക്കോബീസ് അവർക്കെല്ലാം അമ്മയോട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. നമ്മളുടെ ബന്ധം എന്ന് പറയുന്നത് ഈ വളരെ ഇമോഷണലായിട്ടുള്ള ഒരു അമീക്കബിളായിട്ടുള്ള ബന്ധമാണ്. ഈ ബന്ധത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് യേശുക്രിസ്തുവിൽ വളരാൻ വേണ്ടിയാണ്.
നിങ്ങളോർക്കും മാതാവിൻ്റെ പെരുന്നാൾ നടത്തുന്നു, മാതാവിനെ തൊട്ടുമുത്തുന്നു, ഇത് വിഗ്രഹാരാധനയല്ല. ബുദ്ധിയും ബോധം ഇല്ലാത്തവൻ, ദൈവത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവൻ, അനുഭവത്തിൻ്റെ ആത്മീയ പാരമ്പര്യമില്ലാത്തവൻ, ഇന്നലെ മുളച്ച് ചില ആശയങ്ങളും കൊണ്ട് തല ചുവന്നുണ്ടാക്കുന്നവൻ എന്തും പറയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദൈവത്തിനറിയാം നമ്മൾ എന്താണ് ചെയ്യണമെന്ന്. എന്താണ് ദൈവത്തിന് കൊടുക്കാനുള്ള സ്നേഹം. വ്യത്യസ്തമായ രീതികളിൽ നമ്മൾ ദൈവത്തോട് പ്രകടിപ്പിക്കുന്നതാണ്. വ്യത്യസ്തമായ രീതികളിൽ. അപ്പം അതിൻ്റെ അകത്ത് പിന്നിലെല്ലാം ഉള്ളത് എന്താണ്? ദൈവത്തോടുള്ള വല്ലാത്ത സ്നേഹമാണ്. ഈ ദൈവത്തോടുള്ള ശരിക്കും പറഞ്ഞാൽ അമ്മ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു കാരണം എന്ന് നിങ്ങൾക്കറിയാമോ? അതെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിപ്പോൾ ഇതിനെ 2 പ്രത്യക്ഷീകരണം നടന്നിട്ടുണ്ട്. ഒരു പ്രത്യക്ഷീകരണം ഈജിപ്തിൽ വെച്ചാണ് നടന്നത്. അത് അമ്മ രാത്രി 2 മണിക്ക് വന്ന് 4 വിരലുകൾ എൻ്റെ വായിലിട്ട് ഞാൻ എല്ലാ ഇടക്കും തന്നെ ധ്യാനത്തിൽ പറയും. പക്ഷേ അത് ഞാനെക്കുറിച്ച് ഞാൻ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്. അമ്മ എന്തുകൊണ്ട് രാത്രി വന്നത്, എന്തുകൊണ്ട് എൻ്റെ വിരലിട്ടത്. അത് ഞാൻ എന്നിട്ട് അത് വചനം തുറന്നു നോക്കിയപ്പോൾ പറഞ്ഞു, നിൻ്റെ പ്രസംഗങ്ങളെ ഞാൻ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ മനസ്സിലായി. അന്ന് മുതലാണ് 2010 മുതലാണ് കൃപാസനം വേറെ രീതിയിൽ ഇളകി ഉയരാൻ തുടങ്ങിയത്. അന്നത്തെ ഒരു ഇൻസിഡൻ്റാണ്. പക്ഷെ അതിന് കാരണം എന്താ? അതിൻ്റെ കാരണം ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരു കാരണമേ ഉള്ളൂ. 10 ദിവസം ഞാൻ ഈശോൻ്റെ നാട്ടിലുണ്ടായിരുന്നു, ഇസ്രയേലിൽ. അപ്പോൾ ആ സമയത്തെല്ലാം ഈശോൻ്റെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ മുട്ടി നിൽക്കും. ഈശോനെ വിധിച്ച സ്ഥലം, ഈശോ നടന്ന സ്ഥലമൊക്കെ ചെല്ലുമ്പോൾ ഞാൻ മിണ്ടത്തില്ല, എൻ്റെ കണ്ണൊക്കെ നിറയും. ആരോടും ഞാൻ സംസാരിക്കത്തില്ല. ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ മുട്ടി നിൽക്കും. പക്ഷെ നിലം ചുംബിക്കും. പിന്നെ ഞാൻ ഈ നസ്രത്തിൽ പോയി. നസ്രത്തിൽ അമ്മയടുത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മയുടെ അടുക്കള ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ്. എൻ്റെ അമ്മ ഞാനെല്ലാം പിന്നെ ഓരോരുത്തം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലോട്ട് ഓടി. എനിക്കിൻ്റെ ഓരോരുത്തം പോകണ്ട കാര്യം അമ്മ അവിടെ. അപ്പം നോക്കിയാൽ പുരാതനമായ ആ നക്ഷത്രം വലിയൊരു ദേവാലയമാണ്. അതിൻ്റെ അകത്താണ്, ഒരു സ്ഥലത്താണ് അമ്മയുടെ വീടുണ്ടായിരുന്നത്. അവിടെയാണ് അടുക്കള. ആ അടുക്കളയും അമ്മ വെള്ളം കോരിയ കിണറും ഒക്കെ കുഞ്ഞു കിണറാണ്, കുറേ ആഴമുണ്ട്. അവിടെ എല്ലാം ഗ്രില്ല് ചെയ്തിരിക്കുന്നതാണ്. അമ്മയുടെ അടുപ്പൊക്കെ കണ്ടവിടെ പുരാതനമായ. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് വേറെ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, ഇത് അവിടെ കാണണം ഇവിടെ കാണണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ 3 കൊന്തയില്ലേ അവിടെ ഇരുന്ന്. ആ അടുക്കളയിരുന്ന് അമ്മ ഈശോയ്ക്ക് കുപ്പൂസൊക്കെ ഉണ്ടാക്കി കൊടുത്ത സ്ഥലമാണത്, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത സ്ഥലമാണ്. അപ്പം അമ്മ എന്തുമാത്രം സങ്കീർത്തനം പാടിയിട്ടായിരിക്കും അവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്തിരിക്കണത്. അപ്പം ഈശോയും അവിടെ ജീവിച്ച സ്ഥലമാണ്. അപ്പം ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് ഒരു 3 കൊന്ത ചെല്ലി. അപ്പം ഞാൻ ഓക്കെ ആയി. 3 കൊന്ത ജപമാല അവിടെ ചെല്ലി. അപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാൻ 10 ദിവസം ഉണ്ടായി. 10 ദിവസവും ഞാൻ ആരോടും സംസാരിക്കാതെ ജപമാല ചൊല്ലി ദൈവത്തിൻ്റെ രക്ഷാകരമായ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളെല്ലാം കണ്ട് അവിടെ ആരാധിച്ചു, വന്നിച്ചു. അവസാനം ഗെത്സമനിൽ പോയി. ഗെത്സമനിൽ പോയപ്പോൾ പയ്യപ്പള്ളി അച്ഛനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പയ്യപ്പള്ളി അച്ഛൻ ഞാനിവിടെ കുർബാന ചെല്ലുകയാണ്. എന്നിട്ട് പയ്യപ്പള്ളി അച്ഛൻ കുർബാന കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ സൈഡ് കൊടുക്ക്, ഞാൻ ഈ സൈഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ ആ സൈഡ് കൊടുത്ത് പിന്നെ ഞാൻ പോയില്ല. എനിക്ക് വേറൊരു സൂത്രം ലക്ഷ്യമുണ്ടായിരുന്നു. എന്താണ്? ഈശോ ഗെത്സമനിൽ മുട്ടുകുത്തിയ സ്ഥലം ഈ ബലിപീഠത്തിൻ്റെ ഫ്രണ്ടിലാണ്. അവരവിടെ പിച്ചളം വെയിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പട്ടാളക്കാരനപ്പോൾ ഒരാൾ നിൽപ്പുണ്ട് അവിടെ സൂക്ഷിക്കാൻ വേണ്ടി. അയാൾ അങ്ങോട്ട് തിരിഞ്ഞ സ്ഥലത്ത് ഞാൻ ആ കുർബാന ഉടുപ്പുമായിട്ട് ചാടി ഇതിനകത്ത് വീണു. എന്നിട്ട് ഞാൻ ഒരു നിമിഷം മുട്ടയത്, എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും ശരി ഒരു നിമിഷം മുട്ടയെന്ന്. എന്താണ്? കർത്താവ് അന്ത്യവിനാഴിക മുട്ടുകുത്തിയൊരു സ്ഥലമാണ്. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് വൈകാരികമായിട്ടാണ് സ്നേഹിക്കുന്നത്, ബുദ്ധിപരമായിട്ടല്ല. അങ്ങനെ വൈകാരികമായി ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സംഭവിക്കുന്ന വിഷയമാണ് ഈ പ്രത്യക്ഷീകരണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതൊന്നല്ല, ഒരു 9 പ്രാവശ്യം പ്രത്യക്ഷപ്പെടണമെങ്കിലും ദൈവത്തിനൊരു പിശുക്കുമില്ല. എന്താണ്? നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് ദൈവത്തിന് തോന്നിയാൽ മതി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ദൈവനാമേ നന്ദി. ദൈവനാമേ മഹത്വം. കൃപയുടെ കൂടാരമേ വാഗ്ദാനം തേടണമേ, കൃപാസനത്തിൻ്റെ അമ്മേ സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ വാഗ്ദാനം തേടണമേ,
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതുപോലെ തന്നെയാണ് വചനം. അപ്പം നിങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ കോമ്പറ്റൻസിയുടെ കവനൻ്റ് കോമ്പറ്റൻസി, അതായത് യോഗ്യമായ ഉടമ്പടി പങ്കാളിയുടെ മൂന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോയി സുവിശേഷം. ഈ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ സുവിശേഷം കൈമാറുന്നതിനേക്കാൾ വലിയ കാര്യമാണ് നിങ്ങൾ കൈമാറുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ദൈവത്തിന് മനസ്സിലാകണം. അതാണ് വിഷയം. അവിടെയാണ് വിഷയം വരുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിനോടുള്ള സ്നേഹത്താലാണെന്ന് ദൈവത്തിന് മനസ്സിലാകണം. ഇതിന് ഒരു മെൽട്ടിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. മെൽട്ടിങ് കഴിഞ്ഞ ദിവസങ്ങളിൽ മെൽട്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വചന ഉരുക്കം. അതായത് നിങ്ങൾ ദൈവസ്നേഹം കൂടിക്കഴിയുമ്പോൾ വചന ഉരുക്കം സംഭവിക്കും. വചന ഉരുക്കം എല്ലാ വചനവും ഉരുകാനുള്ളതാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ ഐസ് നമ്മൾ ചില കുഞ്ഞുങ്ങൾ ഐസ് മിഠായി കഴിക്കുമ്പോൾ അവർക്ക് കുറേ അങ്ങനെ ചീപ്പിക്കൊണ്ടൊക്കെ ഇരുന്നിട്ട് കുറേ പിള്ളേർക്ക് ക്ഷമ ഉണ്ടാകത്തില്ല. അവർ കടിച്ചിട്ട് ഐസ് അതേപടി വിഴുങ്ങും. ഒരു ഗുണമുണ്ട് ഇല്ല. അത് നാവിൽ അരിഞ്ഞ മധുരമായി തന്നെയാണ് നമ്മളതിനെ ആസ്വദിക്കുന്നത്. ഇതുപോലെ വചനത്തിന് ഇതുപോലെ ഒരു വചന മെൽട്ടിങ് എന്ന സംഭവമുണ്ട്. എന്ന് വെച്ചാൽ വചനം അതിൽ മുഴുവനും ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് നമ്മുടെ വിശ്വാസം, പ്രത്യേകിച്ച് സ്നേഹം കൊണ്ട് വചനം മെൽട്ടാകും. നിങ്ങളുടെ ഈ വചനം ഓപ്പൺ ചെയ്ത് കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? വചനം നിങ്ങൾ മെൽട്ടായി. ഇപ്പം നമ്മൾ മുട്ട വിരിയണമെങ്കിൽ എന്ത് ചെയ്യണം? തള്ളക്കോഴിയുടെ ചൂട് വേണം. മഞ്ഞുരുകണമെങ്കിൽ എന്ത് വേണം? സൂര്യൻ്റെ വെയിൽ വേണം. വചനം ഉരുകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവസ്നേഹത്തിൻ്റെ ചൂട് വേണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സഞ്ചാരി മാതാവേ, ആരാധന ആരാധന. സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാനം പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എല്ലാ ഈ ഉടമ്പടി പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഫലം കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താ? മക്കൾ ചെയ്യുന്നതെല്ലാം ദൈവസ്നേഹത്തോടെ ആകണം. അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യാൻ താമസിക്കും. അവൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യും, പക്ഷേ അത് സാങ്കേതികമാണ്, ടെക്നിക്കലായിട്ടാണ്. പക്ഷേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, ഇപ്പോൾ ലോകം മുഴുവൻ പോവുക, എല്ലാ ചർച്ചകളും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞാലും നിങ്ങൾ ഒരു പത്രമാണ് ഒരു ദിവസം കൊടുത്തതെങ്കിലും അത് ദൈവസ്നേഹത്തോടെ കൊടുക്കണം. 50 പത്രം ദൈവസ്നേഹമില്ലാതെ കൊടുക്കുന്നതിനേക്കാൾ വിലയാണ് ഒരു പത്രം ദൈവസ്നേഹത്തോടെ കൊടുക്കുന്നത്, ഇല്ലേ? അതുകൊണ്ട് അപ്പോഴാണ് വചനം മെൽറ്റാകണത്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞായിരുന്നേ, എന്താ പറഞ്ഞത്? എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് വായിച്ചു നോക്കിയേ, എടുത്ത് വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 സ്നേഹമേ, ആരാധന. യോഹന്നാൻ 14:21.
എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പം ഇതാണ് വിഷയം. എല്ലാ വെളിപാടുകളും എന്നെ എന്ന് പറഞ്ഞ എന്താണ് എന്ന് പറഞ്ഞ എന്നെ എന്ന് ഏറ്റു പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു ഭയങ്കര ടെക്നിക്കുണ്ട്. കാര്യം ആരെ വെളിപ്പെടുത്തും? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആരെയാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടണത്? ഈശോനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. ഈശോ എന്ന് പറയുന്നത് ആരാണ്? സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്, അല്ലേ? കൊരിന്തോസ് 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. അപ്പോഴേ മനുഷ്യൻ രക്ഷപ്പെടും. നിനക്ക് ജോലിയില്ല, വീടില്ല, വിവാഹമൊക്കണില്ല, ജപ്തി നടപടിയാണ്, നിൻ്റെ കുഞ്ഞുങ്ങളില്ല എന്ന് പറയുമ്പോഴേ ഇതെല്ലാം ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ്, അല്ലേ? നമ്മുടെ ഇല്ലായ്മകളെല്ലാം ദൈവം നമുക്ക് തരുന്നതിന് വേണ്ടി സ്വരുക്കൂട്ടിരിക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോമിസാണ്, വാഗ്ദാനമാണ്. എന്നെ സ്നേഹിക്കുന്നവനെ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നമ്മൾ ഈശോനെ ഉടമ്പടി ജീവിച്ചുകൊണ്ട് ഈശോനെ സ്നേഹിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? സകല വാഗ്ദാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന സങ്കീർണമായ പല പ്രശ്നങ്ങൾക്കും ഈശോയാണ് പരിഹാരമായതുകൊണ്ട് തന്നെ ആ ദൈവസ്നേഹത്താലാണ് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ പോകുന്നത്. അതിന് മധ്യസ്ഥയാണ്, മാതൃകയാണ് പരിശുദ്ധ അമ്മ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുന്നിൽ കാഴ്ചയിടാം. അച്ഛൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? വചന ഉരുക്കം. വചനം ഉരുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനത്തെ ഉരുക്കണമെങ്കിൽ, ആ വചനത്തിലൂടെ വെളിപാട് നമുക്ക് ലഭിക്കണമെങ്കിൽ, അതിലൂടെ നമുക്ക് ജീവിത പ്രശ്ന പരിഹാരം കാണണമെന്ന് എന്ത് ചെയ്യണം? ദൈവസ്നേഹം കൊണ്ടാണ് വചനത്തെ നമ്മൾ ഉരുക്കണത്. ഇത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു യേശുസ്തോത്രം എന്ന് പറയണതല്ല വിഷയം. നമ്മളെ സംബന്ധിച്ച് ഉടമ്പടി ചൊല്ലലല്ല, പിന്നെ എന്താണ്? ചെയ്യലാണ്. ഇപ്പം നിങ്ങൾ ഇന്ന് വീട്ടിൽ താമസിച്ചാണ് എത്തണത് ചോദിക്കുക. ഇപ്പം ഇതിൻ്റെ തന്നെ എത്ര പേര് കഞ്ഞി കുടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ കഞ്ഞി കുടിക്കാൻ ഇവിടെ വന്ന് കുതിരിപ്പുണ്ടാകും. ഇനി നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെയുള്ള ചായക്കട മുഴുവനുള്ള ഭക്ഷണം തീർന്നിരിക്കും. നിങ്ങൾ പട്ടിണിയായിരിക്കും ഇതിലേക്ക് കയറാൻ പോണത്. വീട്ടിൽ ചെല്ലുമ്പോൾ അവർ കഴിച്ച് കാണും. നിങ്ങൾ കഴിച്ചത് കാണുമെന്ന് വിചാരിച്ചിട്ട് അവർ ഉള്ളത് എടുത്ത് കഴിച്ച് കാണും. അതോടൊരു എല്ലാത്തിനും ഒരു തീരുമാനമാകും. അപ്പോഴും പറയും അപ്പോൾ എവിടെയും കേട്ടെ, എവിടെ മഴ കിടക്കട്ടെ, വല്ല വെള്ളം കുടിച്ച് കിടക്കട്ടെ, ഒരു ദിവസം ഒരു ആഹാരം കഴിച്ചില്ലെങ്കിൽ ചത്തൊന്നും പോകത്തില്ല എന്നിട്ട് വീട്ടിലുള്ളവർ പിച്ചുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നിങ്ങൾക്ക് ഇവരോട് സ്നേഹം തോന്നണം. പിടിയിട്ടിയാ വചനം ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നത്. അമ്മയാണ് അതിൻ്റെ മാതൃക. ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അതിനെക്കുറിച്ച് ധ്യാനിച്ചു. അതാണ് വിഷയം. വീട്ടിൽ ഇനി എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും നിങ്ങളാരാണ്? മാതൃക ആരാണ്? നമുക്ക് അമ്മയാണ്. എന്താ കാര്യം? നമുക്കതെല്ലാം ദൈവസ്നേഹത്തോടെ എടുക്കുകയും കർത്താവ് നമ്മളെന്താ പറഞ്ഞത്? അതായത് 10 മാർക്ക് ഒറ്റടിക്ക് കിട്ടണ ഈസി ചോദ്യം കർത്താവ് പറഞ്ഞു. ഇപ്പം ചില സമയത്ത് പണ്ട് ഫീൽഡ് വർക്ക് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഫീൽഡ് വർക്ക് ഞാൻ മറന്നുപോയി. പക്ഷേ എനിക്ക് ഫീൽഡ് വർക്കിന് ജോമെട്രി നല്ല മാർക്ക് കിട്ടുമായിരുന്നു.
അപ്പോൾ എൻ്റെ ഓൾജിബ്ര എനിക്ക് വലിയ പാടാണ്. അത് ഞാൻ കവർ ചെയ്യണത് ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടാണ്. അതിന് പെട്ടെന്ന് മാർക്ക് 10 മാർക്ക് കിട്ടും. അപ്പോൾ എനിക്കൊക്കെ ദൈവമേ അതിന് കുറച്ച് മാർക്ക് കിട്ടിയിട്ട് നമ്മൾ മാത്സ് ജയിച്ചാലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യും. അതെനിക്ക് ഈസിയാണ്, സിമ്പിളാണ്. ഇതുപോലെ കൂടുതൽ മാർക്ക് സിമ്പിളായിട്ട് കൂടുതൽ മാർക്ക് കിട്ടാൻ പറ്റിയ പരിപാടി എന്താണെന്ന് അറിയാമോ? ഈശോ കുറേ പരിപാടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ദ്രോഹിക്കുന്നവരെ, അത് 20 മാർക്കാണ്. 20 മാർക്കാണ്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുവാൻ. അതാണ് വചന ഉരുക്കം. അങ്ങനെ ആശീർവദിക്കണമെങ്കിൽ നമ്മൾക്ക് അവർ കാണിച്ചിരിക്കുന്ന കാട്ടായം കാരണം നമുക്ക് അവരെ ആശീർവദിക്കാൻ പറ്റുമോ? എന്നാ പറ, ഒരിക്കലും പറ്റത്തില്ല. ഇപ്പം നാത്തൂനായാലും അമ്മയായാലും മരുമകളായാലും അമ്മയമ്മയായാലും നമ്മൾ കാണിച്ചിരിക്കുന്ന കാട്ടായം ഓർത്താണെങ്കിൽ നമ്മളെ പാറ എടുത്ത് അവിടെ തലക്കിട്ട് അടിക്കും. പക്ഷെ നമ്മൾ സ്നേഹിക്കും. എന്താ കാര്യം? നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്താലാണ് അവരെ നമ്മൾ സ്നേഹിക്കേണ്ടത്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കാൻ. നല്ല മാർക്കുണ്ട്. ഇങ്ങനെ എന്താ പ്രശ്നം? വചനം ഉരുക്കം എന്ന് പറയുമ്പോൾ ഒരു വചനത്തിന് കർത്താവ് മെൽട്ട് ചെയ്ത് നിനക്കത് അനുഭവമാക്കി തരുന്നതിന് ദൈവം എടുക്കുന്ന അളവ് കോല് നിൻ്റെ ദൈവസ്നേഹമാണ്. ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ദൈവത്തോടും മനുഷ്യനോടും പൊരിഞ്ഞ സ്നേഹമായിരിക്കും. പൊരിഞ്ഞ സ്നേഹം അല്ലെങ്കിൽ ആക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാകും. എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും ദൈവം. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം ഉണ്ടായി. ഞാൻ കാശ്രീം വെച്ചുകൊണ്ട് അമ്മയോട് കുറേ വർത്തമാനം പറയുമെന്ന്. മിറലെന്ന് പറഞ്ഞൊരു പോലെ സാക്ഷ്യം പറഞ്ഞാണ്. ഞാൻ കാശ്രീം വെച്ചുകൊണ്ട് അമ്മയോട് കുറേ വർത്തമാനം പറയുമെന്ന്. നിങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണെന്ന് എനിക്കറിയാം. പക്ഷേ അതുപോലെ തന്നെ ദൈവത്തിനൊരു കൊതിയുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് ഓരോ വിഷയം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് പറഞ്ഞ് നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, റോമ 8:32 വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 8:32 വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് യേശുക്രിസ്തു വായിച്ചത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. ഭജന ഉരുക്കം എന്താ പറയുക? ഭജന ഉരുക്കത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞാൽ എന്താണ്? സി ജോസഫ്, ഇതാണ് അപ്പയുടെ ഒരു മാനസികാവസ്ഥ. നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ചു. എന്താ കാര്യം? അപ്പ എന്ത് ചെയ്യണമെങ്കിലും യേശുക്രിസ്തുവിൻ്റെ കൂടെ ചെയ്യത്തുള്ളൂ. അതാണ് വിഷയം. അതാണ് ഭജന ഒരുങ്ങിയത്. അപ്പ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ കൂടെ ചെയ്യത്ത്. യേശുക്രിസ്തു മാറ്റിക്കൊണ്ട് ഒരു ഉരുക്കവും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി വേണം ഈ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കാൻ, ഉടമ്പടി ജീവിക്കാൻ. കാര്യം എന്താണ്? നമ്മൾക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോട് കൂടെ സമസ്തവും. നമ്മളെ സമസ്തത്തിന് വേണ്ട വീട്, ജോലി, വിവാഹം, ജപ്തി നടപടി, പട്ടയം കെട്ടുക, ഭൂമി തരം മാറ്റുക, എന്തെല്ലാം കാര്യമാണ് നമ്മൾ ഉടമ്പടി വെച്ചേക്കുന്നത്. ഇതെല്ലാം സമസ്തവുമാണ്. ഈ സമസ്തത്തിനൊന്നും ദൈവം എതിരല്ല. പക്ഷേ ദൈവം പറയും സമസ്തവും നിനക്ക് തരാം, പക്ഷേ ഒരു കണ്ടീഷൻ. എന്താണ് കാര്യം? നീ യേശുക്രിസ്തുവിൻ്റെ കൂടെ ചോദിക്കണം. അത് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിട്ടാണ് അതിൻ്റെ കൂടെ മാത്രമേ ഞാനാണ് തരണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ കൂടാതെ ഒന്നും തരത്തില്ലെന്ന് പറയും. അപ്പോൾ ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? നമ്മൾ ആദ്യം യേശുക്രിസ്തുവിനെ വാങ്ങിക്കും. യേശുക്രിസ്തുവിനെ വാങ്ങിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ആദ്യം യേശുക്രിസ്തു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചേർത്ത് നൽകും. അതാണ് വിഷയം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വീടില്ല, ഞാൻ ഉടമ്പടി 6 പുതുക്കി 10 പുതുക്കി എന്ന ഒരു കാര്യമില്ല. മറിച്ച് ഇതിലൂടെ യേശുക്രിസ്തുവിനുള്ള സ്നേഹത്താൽ വളർന്നുകൊണ്ട് ലോകത്തിന് നിനക്ക് യേശുക്രിസ്തുവിനുള്ള സ്നേഹത്താലാണോ നീ യേശുക്രിസ്തുവിനെ ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്? അത് അവൻ പറയണ പോലെ ചെയ്തത്, അനുദപിച്ചാലും ആത്മാഭിഷേകം പ്രാപിച്ചാലും അതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെയാണെന്ന് ഉറപ്പ് വരുത്താതെ ഉടമ്പടി ബ്രേക്ക് ആകത്തില്ല, ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, യേശുക്രിസ്തുവിന്റെ കൂടെ സമസ്തവും നേടാൻ ഉടമ്പടി എന്ന ദൈവിക പദ്ധതി കൃപാസനം പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുത്തി തന്നതിന് ദൈവമേ, ഉടമ്പടിക്ക് പറ്റിയ പങ്കാളിയായി ദൈവസ്നേഹത്താൽ നിറഞ്ഞ അനുതാപത്തിലേക്ക് അതുപോലെ മനുഷ്യോചിതമായ
പ്രവർത്തനങ്ങളിലേക്ക്, അതുപോലെ തന്നെ കർത്താവിനെ കൈമാറുന്ന പ്രേക്ഷിതവരിലേക്ക് സ്വർഗത്തിന്റെ ഉപകരണമായി യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ മധ്യസ്ഥതയിൽ എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ പങ്കാളിയായി ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ. പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്യുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്യുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിനെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് സൂക്ഷിച്ചു നോക്കി എന്നുള്ളത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. കർത്താവേ, നിന്നെ ഞങ്ങൾ സൂക്ഷിച്ചു നോക്കാൻ, നീ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കാൻ, ശ്രദ്ധയോടെ നോക്കാൻ, സ്നേഹത്തോടെ നോക്കാൻ, ഞങ്ങൾ കണ്ടത്, കൈകൊണ്ട് സ്പർശിച്ചത് സാക്ഷ്യം വഹിക്കാനാണ് നമ്മൾ സൂക്ഷിച്ചു നോക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ നോക്കിയാൽ മതിയായിരിക്കും. കർത്താവിനെ നമ്മൾ സൂക്ഷിച്ച് നോക്കുന്നത്, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേൾക്കട്ടത്, കൈകൊണ്ട് സ്പർശിച്ചത്, ജീവന്റെ വചനത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയാണ്. ഓരോ നിമിഷവും നമ്മൾ ഉടമ്പടി പരിചരണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കർത്താവിനെ കണ്ണുകൊണ്ട് കാണാൻ, ചെവി കൊണ്ട് കേൾക്കാൻ, കൈകൊണ്ട് സ്പർശിക്കാൻ അദമ്യമായ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം സാക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. നീ ക്രിസ്ത്യാനിയാണോ, ഹിന്ദുവാണോ, മുസ്ലിമാണോ, മറ്റ് ജാതിയിലുള്ളവരാണെന്നൊന്നും കർത്താവിന് പ്രശ്നമല്ല. കർത്താവ് നോക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നീ സാക്ഷിയാണോ? യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ, ദൈവ മനുഷ്യരാശിയോട് കാണിച്ച സ്നേഹത്തിൻ്റെ സാക്ഷിയാണോ നീ? പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ സാക്ഷിയായി ഉയർത്തണമേ, വളർത്തണമേ. ഓ ദിവ്യകാരുണ്യമേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളിൽ അഭിഷേകമായിക്കൊണ്ട് ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായി, ഉത്തരവാദിത്വമുള്ള സുവിശേഷ പ്രവർത്തകരായി, ഉടമ്പടിയുടെ പ്രയോക്താക്കളായി, മറിയത്തിന്റെ കൂട്ടുവേലക്കാരായി ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ആരാധന
8:25. മർക്കോസ് 8:25. വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, അവൻ സൂക്ഷിച്ചു. കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇപ്പം കർത്താവിനെ കാണുന്നതും സൂക്ഷിച്ചു നോക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വെറുതെ നോക്കിയാൽ കർത്താവിനെ കാണുന്ന നിർബന്ധമില്ല. നമ്മളെത്ര സീരിയസ് ആണെന്ന് നോക്കണം. ഒരു സീരിയസ് ലുക്ക്. ഉടമ്പടി നമുക്ക് വെറുതെ ഒരു ഉടമ്പടി എടുക്കാം, പക്ഷെ സൂക്ഷിച്ച് നമുക്ക് ഉടമ്പടി എടുക്കാൻ പറ്റും. അപ്പോൾ ദൈവത്തിന് തോന്നണം നിങ്ങൾ സൂക്ഷിച്ചാണ് ഉടമ്പടി എടുക്കണമെന്ന്. സൂക്ഷിച്ച് ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളിലും ദൈവസ്നേഹത്തിൽ നിങ്ങൾ വളരുന്നുണ്ടോ നിങ്ങൾ സൂക്ഷിക്കുക. പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ആരാധനയിൽ ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങയെ സൂക്ഷിച്ചു നോക്കി കാഴ്ച പ്രാപിക്കുവാൻ പ്രാപിച്ചത് മറ്റുള്ളവർക്ക് കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ട് കേട്ടത് ജീവന്റെ വചനത്തെക്കുറിച്ച് സാക്ഷിയാകാൻ സാക്ഷിയാകാൻ വേണ്ടി അങ്ങയെ സൂക്ഷിച്ചു നോക്കാൻ വേണ്ടി നോക്കിക്കൊണ്ട് സാക്ഷികളാകാൻ ഞങ്ങളെ പ്രത്യേക അഭിഷേകം ചെയ്യണം. ദൈവം ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത ചെയ്യാൻ പോകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഉടമ്പടിയില് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളുടെ മേൽ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹം നിറഞ്ഞ നിന്റെ ഇടപെടലുകള് സുവിശേഷ സാക്ഷ്യമായി ലോകത്തിന് കൈമാറാൻ ആവശ്യമായ കൃപയാൽ ഞങ്ങളെ നയിക്കണമേ. ഉടമ്പടിയുടെ ഓരോ വിഷയങ്ങൾക്ക് സാക്ഷിയാകാൻ അതുവഴി അങ്ങയെ ഏറ്റുപറയുവാനും വിശേഷത്തിന്റെ ഉപകരണമായി മാറ്റണമേ. മക്കളില്ലാത്തവർക്കും കല്യാണം ഒത്തുവരാത്തവർക്കും കല്യാണം ഒത്തത്, കല്യാണം കഴിച്ചവർ തന്നെ പിരിഞ്ഞ് താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഞാൻ ചിന്തിക്കാതെ ആലോചിക്കാതെ ഇപ്പോൾ ആത്മാവിൽ ഓർത്തിരിക്കാൻ. അപ്പോൾ ആ 3 കാര്യങ്ങൾക്ക് ഇപ്പോൾ സമാധാനം ഉണ്ടാകുന്നത് ഉറപ്പായിട്ടും വിശ്വസിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, വിവാഹം ഒത്തുവരാത്ത പുരുഷന്മാരെയും സ്ത്രീകളെ യുവതികളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ സമർപ്പിക്കുന്ന അമ്മേ പരിശുദ്ധ അമ്മേ, അവരുടെ മേലെല്ലാം 41 ദിവസത്തിനുള്ളിൽ അവർക്ക് ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാൻ ഉടമ്പടിയുടെ സാക്ഷ്യപേടകത്തിൽ ഞങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന വിഷയത്തിന്റെ മേലെ പരിശുദ്ധ
അമ്മയുടെ മാധ്യസ്ഥതയിലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തീരുമാനമുണ്ടാകാൻ തീരുമാനമുണ്ടാകുവാൻ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകള് ഞങ്ങളുടെ എല്ലാവരുടെയും ഇപ്പോൾ പ്രാർത്ഥനകൾ അങ്ങനെയുള്ള സങ്കടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, വിവാഹത്തില് പിരിഞ്ഞു കഴിയുന്നവരെ, കേസിലായി പോയവരെ, ആർക്കെങ്കിലും ഒരാൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടയാളമായി 74 ദിവസത്തിനുള്ളിൽ ഐക്യപ്പെട്ടു വരാൻ ഞങ്ങൾ ഞങ്ങളുടെ തിരുസന്നിധിയിൽ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കളില്ലാത്തവരെ, മക്കളെ കാണുമ്പോഴേ, കുഞ്ഞുങ്ങളെ കാണുമ്പോഴേ വേദനിക്കുന്നവരെ, കണ്ണീരിടുന്നവരും ഈ അവസ്ഥയിലെ പോകാൻ പറ്റാത്തവർക്ക് കുഞ്ഞുങ്ങൾ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അകലങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്നവര്, നാട്ടിൽ ജോലി തേടുന്നവര്, സാമ്പത്തിക ബാധ്യതകളിൽ ജീവിക്കാനുള്ള മാർഗം പോലും പണയത്തിലായിരിക്കുന്നവർ, ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്തവർ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും വീഴ്ചകൾ എല്ലാം അമ്മയുടെ സ്നേഹത്തിൽ, ഈശോയുടെ രക്തത്തിൽ കഴുകി മാറ്റിക്കൊണ്ട് ഞാനൊരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെന്ന് പറഞ്ഞ പോലെ പഴയതെല്ലാം റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഈ ആരാധന ശക്തിയാൽ മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യപ്പെടുവാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദേവദാവേ നന്ദി, ദേവദാവേ മഹത്വം, ദേവദാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ. രേഖാപരമായ കാര്യങ്ങൾ, ചില രേഖകൾ കിട്ടുന്നില്ല, ചില രേഖകൾ നമുക്ക് തന്നെ എതിരാണ്, പക്ഷെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നുള്ള കോൺട്രി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, വിരുദ്ധ രേഖകൾ നമുക്കുണ്ടാക്കുന്ന വേദനകൾ, അതിൽപ്പെട്ട് ഉഴരുന്ന ജീവിതം മുന്നോട്ട് പോകുന്ന, ഒരടി മുന്നോട്ട് പോകാത്ത, വളർച്ച മുരടിച്ച കുടുംബങ്ങൾ, ഓരോരോ കാര്യങ്ങൾ കൊണ്ട് ഓരോരുത്തരുടെ കൈയിരിപ്പ് കാരണവും മറ്റുള്ളവരുടെ പലതരത്തിലുള്ള എതിരായിട്ടുള്ള തീരുമാനങ്ങളും പല ദുഷ്ടത്തരങ്ങൾ കാരണം വളർച്ച മുരടിച്ച കുടുംബങ്ങൾ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ആ മക്കൾക്ക് എല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും, എവിടെ പോകും, ആരുടെ പക്കൽ പോകുമെന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകുമെന്നോർത്ത് വിഷമിക്കുന്നവർ. അതുകൊണ്ട് തന്നെ കർത്താവേ, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും അങ്ങനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉടമ്പടിയുടെ യോഗ്യതയാൽ 10,000-കണക്കിന് മനുഷ്യരെ ഉടമ്പടിയെടുത്ത് വിജയിച്ച് ദൈവത്തിൻ്റെ വലിയ സാക്ഷികളായിട്ടുണ്ട്. അവരുടെ ഈടുവെപ്പ് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചെയ്യുന്നതിന് വേണ്ടി ഇടിമുഴക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ. എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെക്കുറിച്ച് വേദനിക്കുന്നവര്, മക്കളുടെ തെറ്റായ നടപടികൾ, തെറ്റായ ബന്ധങ്ങൾ, പലപ്പോഴും മനുഷ്യരുടെ തെറ്റായ തീരുമാനങ്ങൾ, ചില നഷ്ടം വരുമെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്ന കച്ചവടങ്ങൾ, അത് പാഷനായതുകൊണ്ട് ചെയ്ത് നഷ്ടം വരുത്തി കുടുംബം തറവാട് കുളം കോരുന്നവരുണ്ട്. ചെന്ന് പെട്ടുപോകുന്നവർ പല കാര്യങ്ങളിൽ, ചിലപ്പോൾ കൂട്ടുകച്ചവടമാകാം, പെട്ടുപോകുന്നവരുണ്ട്. എൻ്റെ പങ്കാളിയുടെ കാപട്യം തിരിച്ചറിയുമ്പോൾ നീ വൈകിപ്പോവുകയും നീ നഷ്ടത്തിലാവുകയും ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കാണാത്ത കയറിൽ പലതരത്തിൽ കുരുങ്ങിപ്പോയ മനുഷ്യരെ പരിശുദ്ധമായ ദൈവമാതാവേ അവരെല്ലാം ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വൻ കൃപകൾ, യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ കൃപകൾ, ഞങ്ങൾക്ക് വേണ്ടി നേടിയ കർത്താവിൻ്റെ വിലമതിക്കാത്ത കൃപകൾ, വിലമതിക്കാത്ത കാരുണ്യം, അതിൻ്റെ എല്ലാം വെളിച്ചത്തിലും അടിസ്ഥാനത്തിലും ഇതുപോലെ പെട്ടുപോയ മനുഷ്യരെ കർത്താവ് പത്തോസിനെ ആഴക്കടലിൽ നിന്ന് പിടിച്ചു കയറ്റിയതുപോലെ നിൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആ മക്കളുടെ കാര്യം കാണിച്ചുകൊണ്ട് അവിടെ പിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നിറയണമേ നാദാവരേണമേ സൗഖ്യം നൽകണമേ. എല്ലാവരും മുട്ട നിൽക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അമ്മയുടെ പ്രത്യക്ഷീണത്തിൻ്റെ 21 വർഷം പൂർത്തിയായിരിക്കുക. അതുകൊണ്ട് തന്നെ ഉടമ്പടി ആ ഒരു വിഷയത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഉടമ്പടി നമ്മുടെ ദൈവം നമുക്ക് നൽകിയതും നമ്മൾ ഉടമ്പടി ജീവിക്കുന്നതും. ആരെങ്കിലും തങ്ങളുടെ ഉടമ്പടിയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ, നീ പഴയ കാലങ്ങളെല്ലാം നിന്നെ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് കർത്താവ് ഒരു പുതിയ സ്നേഹത്താൽ നിന്നെ സ്നേഹിക്കുമെന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ആ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ ഉടമ്പടി പുതുക്കുവാനും പുനർജീവിപ്പിക്കുവാനും കർത്താവ് നിന്നെ സഹായിക്കുന്ന വിലപ്പെട്ട ദിവസങ്ങളാണിത്. അടിയന്തര തീരുമാനമെടുത്തുകൊണ്ട് ഉടമ്പടി പുതുക്കി ജീവിക്കാൻ നീ സഹായിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോലിയില്ലാത്തവരും ജോലി അന്വേഷിക്കുന്നവരും, കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് സങ്കടക്കാരുണ്ട്. അവരുടെ വിഷയത്തിൽ കർത്താവ് തീരുമാനമെടുക്കും, അടിയന്തര തീരുമാനമെടുക്കും. നമ്മളെല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരാൾക്കെങ്കിലും വീട്ടിൽ ജോലി ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളുടെ പേര്. അതുപോലെ ജോലിയില്ലാതെ വേദനിക്കുകയും ഒത്തിരി പരിശ്രമിക്കുകയും മടുക്കുകയും ഞാൻ ഇനി ഇല്ല, ഒരിടത്തും പോണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ നിരാശപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം കർത്താവിൻ്റെ തിരുമറുവാർന്ന് ഉയർത്തുന്നേറ്റ് കർത്താവിൻ്റെ കുട്ടി വലിയ ആശീർവാദം ലഭിച്ചുകൊണ്ട് അവർ ഉണരട്ടെ, അവർ വളരട്ടെ, അവർ അതിജീവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പ്രിയമുള്ളവരെ, ഭവനരഹിതര്, വീടില്ലാത്തവർ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ തടഞ്ഞ് എവിടെയൊക്കെ ചെന്നത് പെട്ട് ഉടക്കി നിൽക്കണമാണ്. അവിടേക്കെല്ലാം നിവരുന്നതിന് വേണ്ടി കൃപാസനത്തിനും ഭവന നിർമ്മാണ പദ്ധതികളുണ്ട്.
ചെല്ലാനത്തും പള്ളിത്തോട്ടിലും അതുപോലെ തന്നെ കടക്കരപ്പള്ളിയിലുമൊക്കെ ഭവന നിർമ്മാണ പദ്ധതി ഞങ്ങൾ വിഭാവന ചെയ്യുന്നുണ്ട്. നമുക്ക് സ്ഥലമുണ്ട്, പക്ഷെ അത് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കുറേ തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങളും അല്ലാത്ത തടസ്സങ്ങളുമുണ്ട്. ആ തടസ്സങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ തന്നെ പല പദ്ധതികളും വീണുപോയത്, പെട്ടുപോയവർ, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാത്തവർ, ആ മേഖലകളിൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു നിമിഷം നമുക്കായിരിക്കാം. അവനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അന്ധന് കാഴ്ച കിട്ടിയതുപോലെ ഈശോയെ, ആന്തരികമായി വലിയ ദൈവസ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് നിന്നെ നോക്കുവാൻ, വചനത്തെ ഉരുക്കുവാൻ, ആത്മാഭിഷേകം പ്രാപിക്കുവാൻ, സാക്ഷികളായി ഉയർത്തപ്പെടുവാൻ ഈശോയെ പ്രത്യേകമായിട്ട് ഈ പ്രത്യക്ഷീകരണ കൃതജ്ഞത ആരാധനാ മണിക്കൂറിൽ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ക്രിസ്തു സാക്ഷ്യമായി പ്രശോഭിക്കുവാൻ ഈശോയെ, ഞങ്ങളുടെ ഓരോ ജീവിത ദുരന്തങ്ങളെയും ഈ ആരാധനാ മണിക്കൂറിൽ സ്വർഗം സന്തോഷിക്കുന്ന അതേ മഹത്വത്താൽ അടയാളങ്ങളാക്കി ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും, ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും, രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും
എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.